നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ വിപണികളിൽ വിൽപ്പനക്കാർ പിടിമുറുക്കുന്നു. രാജ്യാന്തര അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും ഒരു വിഭാഗം നിക്ഷേപകർ കഴിഞ്ഞ ദിവസം പിൻവലിഞ്ഞിരുന്നു. ബാങ്കോക്കിൽ റബ്ബർ വില 300 രൂപയിലേക്ക് താഴ്ന്നത് ഇതര ഉൽപ്പാദന രാജ്യങ്ങളിലും ഷീറ്റ് വിലയെ ബാധിച്ചു. ഇന്ത്യൻ മാർക്കറ്റിൽ 4ാം ഗ്രേഡ് റബ്ബർ വില ക്വിൻ്റലിന് 500 രൂപ ഇടിഞ്ഞ് 27,300 രൂപയായി. 5ാം ഗ്രേഡ് 27,000 രൂപയായും താഴ്ന്നു. കാലവർഷത്തിൻ്റെ വരവോടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചതിനാൽ അടുത്ത വാരത്തോടെ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വിപണി വൃത്തങ്ങൾ. കാങ്കയത്തെ മില്ലുകാർ വില ഉയർത്തി കൊപ്ര ശേഖരിച്ചെങ്കിലും വ്യാപാര രംഗത്തെ മാന്ദ്യം മൂലം വെളിച്ചെണ്ണ വില വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറായില്ല. കരുതൽ ശേഖരത്തിലുള്ള എണ്ണ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം വ്യവസായികൾ. അവിടെ കൊപ്ര 12,000 രൂപയായി ഉയർന്നു. കേരളത്തിലെ പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കൊച്ചി കൊപ്ര ക്വിൻ്റലിന് 12,900 രൂപയിലും വെളിച്ചെണ്ണ 12,200 രൂപയിലുമാണ്. ഏലയ്ക്ക ലേലത്തിൽ വാങ്ങൽ താൽപ്പര്യം ശക്തമായി. വണ്ടൻമേട് നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,839 രൂപയായി. മികച്ച ഇനങ്ങൾ 3,674 രൂപയായും ഉയർന്നു. ആഭ്യന്തര വിദേശ ഇടപാടുകാർ ചരക്ക് സംഭരണത്തിന് മത്സരിച്ചു. മൊത്തം 63,862 കിലോഗ്രാം ഏലയ്ക്ക ലേലത്തിന് വന്നതിൽ 63,519 കിലോയും വിറ്റഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ മാത്രം എത്താം. എല്ലാവർക്കും നന്ദി.